ഹോർമുസ് കേന്ദ്രീകരിച്ച് തങ്ങളുടെ എണ്ണക്കിണറുകൾക്കോ പൈപ്പ് ലൈനിനോ കേടുപാട് പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അമേരിക്ക ചെയ്താൽ സർവനാശം വിതക്കുന്ന തിരിച്ചടി മിനിറ്റുകൾക്കകം ഉണ്ടാകുമെന്ന് IRGC അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പൈപ്പ് ലൈൻ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചില പ്രസ്താവനകൾ ട്രംപിൻ്റെതായി പുറത്തു വന്നത്. തങ്ങൾ ആ വഴിക്കും ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തതിനാൽ ഉപരോധം ഉപയോഗിച്ചുകൊണ്ട് അവരെ സാമ്പത്തിക മേഖല തകർത്തുകൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അഥവാ ഇങ്ങനെയാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇറാൻ്റെ എണ്ണ കയറ്റുമതി തടയുന്നതിലൂടെ ഇറാൻ്റെ എണ്ണ പൈപ്പ് ലൈനുകൾക്ക് മർദ്ദം കൂടുകയും പിന്നീട് സ്ഫോടക രീതിയിൽ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എണ്ണ പൈപ്പ് ലൈനിൽ വലിയ രീതിയിലുള്ള മർദ്ദം ഉണ്ടാകും എന്നുള്ളതാണ്. ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ഇതിന് പൂർണ്ണ രൂപം വരുത്തണമെങ്കിൽ പതിറ്റാണ്ടുകളെടുക്കും, വൻ സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ എണ്ണ വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ നിർമ്മിച്ചത് കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് എണ്ണ നിർമ്മിക്കാൻ പോലും പ്രയാസപ്പെടുന്ന സ്ഥിതി വരും. അപ്പോൾ അവരുടെ എല്ലാ മേഖലയും സർവ്വ മേഖലയും ഉപയോഗശൂന്യമാകുന്ന സമയത്ത് ഇത് വലിയ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും ഇറാൻ ഉണ്ടാക്കും എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതിനോടനുബന്ധിച്ച് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന മൊജ്തബ അലി ഖംനയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നത് ഇറാനികൾക്ക് വലിയ രീതിയിൽ ആവേശമുണ്ടാക്കിയതും അതോടൊപ്പം തന്നെ അമേരിക്കക്ക് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കിയതുമാണ്. അമേരിക്കയുടെ ദയനീയമായിരിക്കുന്ന പരാജയം പ്രത്യക്ഷമായി. ലോകം അത് കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനി അതിജീവിക്കാൻ സാധിക്കാത്ത വിധവും മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് നേരെ ആക്രമിക്കാനുള്ള വീര്യവും ധൈര്യവും ശക്തിയും ചോർന്നു പോകുന്ന തരത്തിലായിരുന്നു നമ്മൾ അവർക്കെതിരെ പ്രഹരം നടത്തിയിരുന്നത്. ഹോർമുസിൽ പുതിയ അധ്യായം തുറക്കുകയാണ്. പുതിയ സംവിധാനത്തോടു കൂടി നമ്മൾ നിർമ്മിക്കപ്പെടുന്ന പെട്രോളിയം മറ്റു രാജ്യത്തിലെ വിപണിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള സംവിധാന കാര്യങ്ങൾ നമ്മൾ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. അത് അമേരിക്ക നമ്മൾക്കൊരു തടസ്സമല്ല. അമേരിക്ക നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരു ശത്രുവല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ നട്ടലൊടിച്ചിരിക്കുന്നു. കൃത്യമായ രീതിയിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ഇടത്തോട് കൂടി എന്തെങ്കിലും ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ അവരെ നാശം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വായിലൂടെ വിളിച്ച് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൂ. ഡിക്ഷണറി പരിശോധിച്ചിട്ട് നല്ല വാക്കുകളൊക്കെ, കഠോരമായിരിക്കുന്ന വാക്കുകളൊക്കെ പരിധി എടുത്ത് കണ്ടുപിടിച്ച് അത് ഇറാൻ്റെ ലേബിൽ ഒട്ടിച്ചിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ഇപ്പം നിലവിൽ ട്രംപ് ചെയ്യുന്നത്. അതല്ലാതെ മുൻപ് അദ്ദേഹം പറഞ്ഞതിന് തുടർച്ചയായ രീതിയിൽ വംശീയമായിരിക്കുന്ന നാശങ്ങൾ, ഭരണമാറ്റങ്ങൾ, സർവ്വ രീതിയിലെ സാമ്പത്തിക തകർച്ചകൾ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകം പോലും തകർത്തെറിയപ്പെടും എന്ന് പറഞ്ഞ പ്രവൃത്തിയൊക്കെ നടത്തുകയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പോലും ഭൂമുഖത്തുണ്ടാവില്ല. ഞങ്ങളൊന്നും ആയിട്ടില്ല, ഞങ്ങൾക്കൊരു നാശവും സംഭവിച്ചിട്ടില്ല, ഞങ്ങളിപ്പോഴും വലിയ അടിത്തറയിലും സംവിധാനത്തിലും നിലനിൽക്കുന്നു. അമേരിക്കയും ഇസ്രായേൽ ഞങ്ങൾ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. വെടിനിർത്തിയത് നിങ്ങളാണ്, വെടിനിർത്തൽ നീട്ടിയതും നിങ്ങളാണ്, യുദ്ധം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചത് നിങ്ങളാണ്, വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ നടക്കുന്നതും നിങ്ങളാണ്. എല്ലാ പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരുമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാണ്. അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസപരമായ രീതിയിലുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി അമേരിക്കയുടെ സംസ്കാരത്തിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ട് അവരുടെ വീരേതിഹാസ കഥകൾ കേൾക്കാൻ ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയാനുള്ളത് ലോകം കേൾക്കുന്നു, ചരിത്രം വായിച്ചാൽ മതി. പേർഷ്യൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും രണ്ടക്ഷരം നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഇറാൻ ആക്രമിക്കാൻ അമേരിക്കയോ ഇസ്രായേലും വരില്ലായിരുന്നു. നിങ്ങളത് പഠിക്കാത്തത് കൊണ്ടാണ്, അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ ദാരുണമായിരിക്കുന്ന ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ചുരുക്കം. ഇങ്ങനെയൊക്കെയാണ് IRGC ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അമേരിക്കയുടെ ഉപരോധം മൂലം ഇറാൻ്റെ എണ്ണക്കിണറുകൾക്കോ പൈപ്പ് ലൈനോ ഏതെങ്കിലും തരത്തിൽ നാശം സംഭവിച്ചാൽ അമേരിക്ക പിന്തുണക്കുന്ന രാജ്യങ്ങളെയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന് മേലെയും കനത്ത രീതിയിലുള്ള നാശം ഞങ്ങൾ ഉണ്ടാക്കും. 4 ഇരട്ടി പ്രഹരം അനുഭവിക്കുന്ന തരത്തിലായിരിക്കും ഞങ്ങളുടെ ആക്രമണം ഉണ്ടാവുക. പിന്നീട് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം നാശം വിതക്കും എന്നുകൂടി അവർ പറയുന്നു. അത് ഗൾഫ് മേഖലയിലെ സാമ്പത്തിക മേഖല സാരമായിട്ട് ബാധിക്കും എന്നൊരു പരാമർശം പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത്. അഥവാ 1 പകരം 4 ഇതൊരു ഭീകര രാസ സമവാക്യമായിട്ട്
അനുഭവപ്പെടും. ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ഭദ്രത തകരുകയും സാമ്പത്തിക ഉൽപ്പാദനം നിലക്കുകയും ഇനി മുന്നോട്ട് ഭാവിയിൽ ഇത് നിർമ്മിക്കണമെങ്കിൽ പതിറ്റാണ്ടുകൾ എടുക്കുന്ന തരത്തിലായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നാശം ഉണ്ടാകും. അമേരിക്കക്ക് മാത്രമല്ല, അമേരിക്കയെ പിന്തുണക്കുന്ന, അമേരിക്കയെ സഹായിക്കുന്ന, ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുത്ത, സൈനിക ബേസ് വിട്ടുകൊടുത്ത എല്ലാവരും ഞങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്, ആക്രമിക്കുന്ന സമയത്ത് മാത്രം. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നതാണ് അമേരിക്കയ്ക്ക് ഉചിതം എന്ന് പറയുന്നു. ഇറാൻ്റെ എണ്ണ കയറ്റുമതി തടയുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനാണ് ഈ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങി. അഥവാ ഇറാനുമായിട്ട് നേരെ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി ധൈര്യം ഇപ്പോൾ അമേരിക്കയ്ക്കില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ യുദ്ധ വിമാനങ്ങൾ പറന്നുകൊണ്ട് തലസ്ഥാന നഗരി ഞങ്ങൾ 100 ബോംബിട്ടു, 400 ബോംബിട്ടു, 540 ബോംബിട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട യുദ്ധവിമാനങ്ങളെക്കുറിച്ച്, കപ്പലുകളെക്കുറിച്ച്, സൈനികരെക്കുറിച്ച്, കാണാതായ സൈനികരെക്കുറിച്ച്, ഇറാൻ പിടിച്ച സൈനികരെക്കുറിച്ച് ഇതുവരെ പ്രസ്താവനയൊന്നും പുറത്തു വന്നിട്ടില്ല. ആ പ്രസ്താവന പുറത്തു വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ലോകം ഞെട്ടുക. നാശത്തിൻ്റെ കണക്കുകൾ കൃത്യമായ രീതിയിൽ ഇറാൻ പറയുന്ന പോലെ ഇസ്രായേൽ പറയുകയാണെങ്കിൽ ഇറാനേക്കാണ് വലിയ നാശം, അതായത് ഇരട്ടിയിലധികം നാശം ഉണ്ടായത് ഇസ്രായേലാണ്. മരണസംഖ്യ ഇറാനിലേക്കാണ് ഇരട്ടിയിലധികം ഉണ്ടായത് ഇസ്രായേലാണ്. അവരുടെ അടക്കം ചെയ്യപ്പെടുന്ന മേഖല പോലും ഈ സ്ഥലമില്ലാത്ത അവസ്ഥയിൽ ആശുപത്രി തന്നെ മടക്കിയ റിപ്പോർട്ടുകൾ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്ന്, അതായത് ഈ മരണപ്പെടുന്നവരെ അടക്കം ചെയ്യുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് പോലും ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നു. അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തതാണ്. കല്ലറ വെക്കപ്പെടേണ്ട ഏരിയകൾ ഫുള്ളായി പോയിരിക്കുന്നു. പുതിയ ഏരിയകൾ കണ്ടുപിടിച്ചിട്ട് അവിടെയും ഫുള്ളാവുന്നു. അപ്പോൾ ഈ കല്ലറകൾ ഫുള്ളാവുന്നു എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ അടക്കം ചെയ്യാൻ വേണ്ടി സ്ഥലമില്ലാത്ത പ്രശ്നങ്ങൾ വരുന്നത് മരണസംഖ്യ കൂടുതലായതുകൊണ്ടും ഒരുപാട് മൃതദേഹം കൂടുതൽ പോലെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് അവിടെ ഈ അടക്കം ചെയ്യാൻ പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട വിഭാഗങ്ങൾ, അവിടെ ചർച്ചുകളുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഈ ജൂതന്മാരുടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതെല്ലാം ആശുപത്രി കേന്ദ്രീകൃതമായ രീതിയിൽ റിപ്പോർട്ട് പുറത്തു വരാതെ ഒതുക്കി കൊണ്ടുവന്ന സമയത്ത് അടക്കം ചെയ്യുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നുള്ളതും ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ അമേരിക്കയുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ വെറും ഒരു യുദ്ധമല്ല, ലോക സാമ്പത്തിക വിപണിയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ആഗോള പ്രതിഭാസമാണ്. അതില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ലോകത്തിൻ്റെ മുഴുവൻ കടമയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് പ്രയാസമുണ്ടാവുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, അത്തരം ഒരു പ്രവർത്തനത്തോട് ഞങ്ങൾ യോജിപ്പില്ല. ഞങ്ങൾ ആക്രമിക്കുകയല്ല, ഞങ്ങൾ ആക്രമണത്തെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. ആക്രമിച്ചത് ഇസ്രായേലാണ്. 2025 ആക്രമിച്ചു, 2026 ആക്രമിച്ചു, 27 ആക്രമിക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അവരുടെ സ്വഭാവ രീതി വെച്ച് നോക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് കരാർ വ്യവസ്ഥയിൽ ഞങ്ങൾ പ്രത്യേകമായ രീതിയിൽ പരാമർശിക്കുന്നത്. ഇനി ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാവില്ല എന്നുള്ളത് മധ്യസ്ഥർ മുഖാന്തരം ഉറപ്പ് തരണമെന്നുള്ളതാണ്. അതല്ലാതെ അമേരിക്ക ഞങ്ങൾ ആക്രമിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കഠിനമായ രീതിയിൽ അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതവർക്ക് അറിയാവുന്നതുമാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുകയും അവിടേക്ക് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുകയും അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്ത് പ്രക്ഷോഭകാരികളാൽ ഈ രാജ്യം പിടിച്ചെടുക്കും എന്നൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവരുടെ രാജ്യത്തിനകത്താണ് ഇപ്പോൾ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം. യുദ്ധവിരുദ്ധ റാലികൾ, ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള രീതികൾ, പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് പറയുന്നത്, പാർലമെൻറ്റ് പിരിച്ചുവിടണമെന്ന് പറയുന്നത്, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രീതിയിലുമാണ് പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏറെക്കുറെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ തന്നെയാണ്. വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകാടിസ്ഥാനത്തിൽ അമേരിക്കയും അമേരിക്കയുടെ പൗരന്മാരും നാണം കെട്ടിരിക്കുന്നു. അത് ഇറാൻ്റെ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒറ്റ കാരണത്താലാണ്. വ്യവസായികപരമായിരിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനമാണ് ട്രംപ് കാഴ്ചവെക്കുന്നത്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ അഭിമാനികളാണ്. അതുകൊണ്ട് ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് പറയുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ പൂർണ്ണമായ രീതിയിൽ ഇറാൻ ജയിച്ചിരിക്കുന്നു എന്ന് ലോകം സ്ഥിരപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് നിത്യേന നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം.